പെരുമ്പാമ്പ് ചീറ്റുന്നുണ്ടാ കേട്ടുണ്ടാ? തലയെവിടെ? തല അപ്പുറത്തല്ലേ? കണ്ടു 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 കണ്ടു. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് പറപ്പൂര് തോളൂരാണ്. തോളൂരിനല്ലേ ഇത് കറക്റ്റ് സ്ഥലം പറഞ്ഞേ? തോളൂരാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ ബാക്കിൽ വർക്ക് ഏരിയ പോലെ സെറ്റാക്കി ഷീറ്റ് ഇട്ടിട്ട് ഒരു ഗ്രില്ല് ഇട്ടിട്ടുണ്ട്. നെറ്റ് ഇട്ടിട്ടുണ്ട്. ഇരുമ്പിന്റെ നെറ്റിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഒരു തൊട്ടപ്പുറത്ത് പുഴയാണ്, തോട് പോകുന്നതാണ്. അപ്പൊ അവിടെ നിന്ന് കയറി വന്നതൊക്കെ എലിയനൊക്കെ പിടിക്കാൻ എന്തെങ്കിലും പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും. അങ്ങനെ ഇവിടെ വന്ന് പെട്ട് ആ ഗ്രില്ലിന്റെ എന്താ പറയാ കണ്ണിയിൽ വന്ന് പെട്ടിട്ട് ലോക്കായി നിൽക്കുക. രാവിലെ കണ്ടതാണ്. നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു ഉച്ചയാവാറായി എത്തുമ്പോൾ. കാരണം തൃശ്ശൂരിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കൊണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ടാസ്കുള്ള പരിപാടിയാണ് ഇത്. കട്ടർ വെച്ച് അല്ലെങ്കിൽ എക്സ്ട്രോബ്ലേഡ് ഉണ്ടാ എന്തെങ്കിലും ഉണ്ടോ? എടുക്കാൻ പോയിട്ട് ഓക്കെ. അപ്പോൾ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. വേറെ മുറിവും കാര്യങ്ങളൊന്നും ഇല്ല, അതിനുള്ളിൽ ലോക്കായിട്ടുള്ളൂ. വേറെ പരിക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എടുത്ത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് റിലീസ് ചെയ്യാം. ഇതില് കട്ടായിട്ടില്ല, ഇതില് ഇവിടെ ജാമായി. ഇവിടുന്ന് കട്ടിയുമ്പോ നീങ്ങാ. ഇത് തടസ്സായി എനിക്ക്. ഇനിയിപ്പോ ഒരാളെ ഇതുണ്ട് കേട്ടോ. ഹെൽപ്പല്ല, ഒരു മിനിറ്റ്. ഇത് കാത്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്തത്. പിടിക്കാൻ ഇതൊന്നും ലാസം കൊണ്ട് തന്നേ മതിയായിരുന്നു. ഇവനെ അല്ല ഇവിടെ നോക്കണം. തള്ളി കയറി തള്ളി കയറി.
ഞാൻ അടുത്തേനെ അങ്ങോട്ട് വരുന്നെങ്കിൽ വരും. ഇപ്പൊ എടുത്ത് വിടുന്നു വിട്. എന്നിട്ട് അങ്ങോട്ട് പോ. നിക്കട്ടാ അങ്ങോട്ട് വരുന്നുണ്ട്. അജീഷ് ആ ഫ്രെയിം ഒരു മിനിറ്റ് മാധവനെ ഫ്രെയിം കൂടെ ഉണ്ട്. എങ്ങനെയാ ചരിച്ചിടാനാ? എൻ്റെ അമ്മ അങ്ങനെ കയറി. വെയിറ്റിംഗിലോ കാക്കുന്നുള്ളത് അയ്യോ മൈക്ക് ഓഫില്ലേ, ഞാൻ അടുത്ത് വരാം. കാണാമല്ലോ അല്ലേ? സംഭവം കുറച്ച് നേരമായി എക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തിട്ട് ഞാനും അജീഷും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കട്ട് ചെയ്ത് സംഭവം പരിക്കൊന്നുമില്ല, മുറിവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു ചെറിയൊരു കണ്ണി, അതായത് പാമ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ചിന്തിക്കില്ല ഇത്രയും ഗ്യാപ്പിനുള്ളിൽ കൂടെ ഇത്രയും വലിയൊരു പാമ്പ് കടന്നു പോകുന്നു. വയറ്റിൽ എന്തോ ഒരു ഭക്ഷണമുണ്ട്, ചെറിയ പൂച്ചയോ എന്തോ ആയിരിക്കാം. പൂച്ചക്കുട്ടിനെ കാണാനില്ലെന്നല്ല പറഞ്ഞു, മിക്കവാറും പൂച്ചക്കുട്ടി ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്പേസിൽ വന്നപ്പോഴാണ് അവർക്കത് എന്താ പറയുക ബോഡി ചുരുക്കാൻ പറ്റാണ്ട് കടന്നു പോകാൻ പറ്റാഞ്ഞത്. അപ്പോൾ എന്തായാലും സേഫായിട്ട് റിസ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും അജീഷുമാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞങ്ങളുടെ മൈൻഡിൽ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. മിറ്റ്സ് സൈനിങ് ഓഫ്.